വചനമേ നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസമേ. വചനം വചനം വചനം. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 3-ാം അധ്യായം. യൂദാരാജാവായ യഹോഷാഫാത്തിന്റെ 18-ാം വർഷം ആഹാബിന്റെ മകൻ യഹോറാം സമരിയായിൽ ഇസ്രായേലിനു മേൽ ഭരണം നടത്തി. അവൻ 12 വർഷം രാജാവായിരുന്നു. തൻ്റെ പിതാവിനെ പോലെയും മാതാവിനെ പോലെയും ആയിരുന്നില്ലെങ്കിലും അവൻ കർത്താവിൻ്റെ ദൃഷ്ടികളിൽ തിന്മ പ്രവർത്തിച്ചു. തൻ്റെ പിതാവ് നിർമ്മിച്ച ബാൽസ്തംഭം അവൻ നീക്കിക്കളഞ്ഞു. എങ്കിലും ഇസ്രായേലിനെ വഴിതെറ്റിച്ച നെബാത്തിന്റെ മകൻ ജെറോബോവാമിന്റെ പാപത്തിൽ അവൻ ഉറച്ചു നിന്നു. അതിൽ നിന്ന് പിന്മാറിയില്ല. മോവാബ് രാജാവായ മേശ ഒരു ആട് വളർത്തുകാരനായിരുന്നു. അവൻ ഇസ്രായേൽ രാജാവിന് 1,00,000 കോലാടുകളെയും 1,00,000 ചെമ്മരിയാടുകളെയും കൊടുത്തിരുന്നു. എന്നാൽ ആഹാബ് മരിച്ചതോടെ മോവാബ് രാജാവ് ഇസ്രായേൽ രാജാവിനെതിരെ കലാപമുയർത്തി. അന്നാളിൽ യഹോറാം രാജാവ് സമരിയായിൽ നിന്നും പുറത്തു വന്ന് ഇസ്രായേൽ മുഴുവൻ്റെയും കണക്കെടുത്തു. പിന്നെ അവൻ പോയി യൂദാ രാജാവായ യഹോഷാഫാത്തിനോട് ഇങ്ങനെ പറയാൻ ആളയച്ചു: മോവാബ് രാജാവ് എനിക്കെതിരെ കലാപമുയർത്തിയിരിക്കുന്നു. മോവാബിലേക്ക് എൻ്റെ കൂടെ യുദ്ധത്തിന് വരുമോ? അവൻ പറഞ്ഞു: ഞാൻ പോരാം. ഞാൻ നിന്നെപ്പോലെയും എൻ്റെ ജനം നിന്റെ ജനത്തെ പോലെയും എൻ്റെ കുതിരകൾ നിന്റെ കുതിരകളെ പോലെയുമാണ്. അവൻ ചോദിച്ചു: ഏതു വഴിയെ നമ്മൾ കയറണം? അവൻ പ്രതിവചിച്ചു: ഏദോം മരുഭൂമി വഴി. ഇസ്രായേൽ രാജാവും യൂദാ രാജാവും ഏദോം രാജാവും പുറപ്പെട്ട് 7 ദിവസത്തെ വഴി ചുറ്റി. അവരെ പിന്തുടർന്നിരുന്ന പാളയത്തിനും മൃഗഗണത്തിനും വെള്ളമില്ലാതായി. അപ്പോൾ ഇസ്രായേൽ രാജാവ് പറഞ്ഞു: ഹാ കഷ്ടം! ഈ 3 രാജാക്കന്മാരെയും മോവാബിന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ കർത്താവ് അവരെ വിളിച്ചിരിക്കുന്നല്ലോ. യഹോഷാഫാത്ത് ചോദിച്ചു: കർത്താവിൽ നിന്ന് ഹിതമാരായാൻ ഇവിടെ കർത്താവിന് ഒരു പ്രവാചകനുമില്ലേ? ഇസ്രായേൽ രാജാവിന്റെ സേവകരിൽ ഒരുവൻ മറുപടി പറഞ്ഞു: ഏലിയായെ ശുശ്രൂഷിച്ച ഷാഫാത്തിന്റെ മകൻ എലീഷ ഇവിടെയുണ്ട്. അപ്പോൾ യഹോഷാഫാത്ത് പറഞ്ഞു: കർത്താവിന്റെ വചനം അവനോടുകൂടെയുണ്ട്. ഇസ്രായേൽ രാജാവും യഹോഷാഫാത്തും ഏദോം രാജാവും അവന്റെ അടുത്തേക്ക് ഇറങ്ങിച്ചെന്നു. എലീഷ ഇസ്രായേൽ രാജാവിനോട് പറഞ്ഞു: എനിക്കും നിനക്കും എന്ത്? നിന്റെ പിതാവിന്റെ പ്രവാചകന്മാരുടെയും നിന്റെ മാതാവിന്റെ പ്രവാചകന്മാരുടെയും അടുത്തേക്ക് പോവുക. അപ്പോൾ ഇസ്രായേൽ രാജാവ് അവനോട് പറഞ്ഞു: അല്ല, ഈ 3 രാജാക്കന്മാരെ മോവാബിന്റെ കയ്യിൽ ഏൽപ്പിക്കാൻ വിളിച്ചത് കർത്താവ് തന്നെയാണ്. എലീഷ പറഞ്ഞു: ഞാൻ ശുശ്രൂഷിക്കുന്ന സജീവനായ സൈന്യങ്ങളുടെ കർത്താവാണേ, യൂദാ രാജാവായ യഹോഷാഫാത്തിനോട് എനിക്ക് ആദരം ഉണ്ടായിരുന്നില്ലെങ്കിൽ ഞാൻ നിന്നെ നോക്കുകയോ കാണുകയോ ഇല്ലായിരുന്നു. ഇപ്പോൾ എൻ്റെ അടുക്കൽ ഒരു വാദ്യക്കാരനെ കൊണ്ടുവരിക. വാദ്യക്കാരൻ വാദ്യം മുഴക്കിയപ്പോൾ കർത്താവിൻ്റെ ശക്തി അവൻ്റെ മേൽ വന്നു ഭവിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു: കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു: ഈ താഴ്വരയിൽ കുറെ കുഴികൾ ഉണ്ടാക്കുക. എന്തെന്നാൽ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു: നിങ്ങൾ കാറ്റ് കാണുകയില്ല, മഴയും കാണുകയില്ല, എന്നാൽ ഈ താഴ്വര ജലം കൊണ്ട് നിറയും. നിങ്ങളും നിങ്ങളുടെ കാലിക്കൂട്ടങ്ങളും മൃഗങ്ങളും കുടിക്കും. കർത്താവിൻ്റെ ദൃഷ്ടികളിൽ ഇതൊരു ചെറിയ കാര്യമാണ്. അവിടുന്ന് മോവാബിനെ നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിക്കും. ഓരോ കോട്ട നഗരവും ഓരോ വിശിഷ്ട നഗരവും നിങ്ങൾ തകർക്കും. എല്ലാ നല്ല മരങ്ങളും വെട്ടിവീഴ്ത്തും. എല്ലാ നീരുറവുകളും തടയും. ഓരോ നല്ല നിലവും കൽക്കൂമ്പാരമാക്കും. പ്രഭാതത്തിൽ ധാന്യയാഗാർപ്പണം നടന്നപ്പോൾ ഇതാ ഏദോം ദിക്കിൽ നിന്ന് വെള്ളം വന്നു. ദേശം വെള്ളം കൊണ്ട് നിറഞ്ഞു. തങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യാൻ രാജാക്കന്മാർ കയറി വന്നിരിക്കുന്നുവെന്ന് എല്ലാ മോവാബുകാരും കേട്ടു. അപ്പോൾ ആയുധം പേറാൻ പ്രാപ്തനായവൻ തുടങ്ങി മുതിർന്ന എല്ലാവരും വിളിച്ചുകൂട്ടപ്പെട്ടു. അവർ അതിർത്തിയിൽ നിലയുറപ്പിച്ചു. അവർ രാവിലെ ഉണർന്നപ്പോൾ സൂര്യൻ ജലത്തിനു മീതെയാണ് പ്രകാശിച്ചത്. അപ്പോൾ മോവാബുകാർ തങ്ങളുടെ എതിരെ ഉണ്ടായിരുന്ന ജലത്തെ രക്തം പോലെ ചെമ്മുന്നതായി കണ്ടു. അവർ പറഞ്ഞു: ഇത് രക്തമാണ്. രാജാക്കന്മാർ നിശ്ചയമായും വധിക്കപ്പെട്ടിരിക്കുന്നു. ഒരുവൻ തൻ്റെ കൂട്ടുകാരനെ പ്രഹരിച്ചിരിക്കുന്നു. മോവാബേ, ഇപ്പോൾ കൊള്ളമുതലിലേക്ക് കുതിക്കൂ. അവർ ഇസ്രായേലിന്റെ പാളയത്തിലേക്ക് എത്തിയപ്പോൾ ഇസ്രായേൽ എഴുന്നേറ്റ് മോവാബുകാരെ പ്രഹരിച്ചു.
അക്കൂട്ടർ അവരുടെ മുമ്പിൽ നിന്ന് പലായനം ചെയ്തു. അവർ മൊവാബിൽ പ്രവേശിച്ച് അതിനെ പ്രഹരിച്ചു. അവർ നഗരങ്ങൾ കീഴടക്കി. ഓരോ നല്ല നിലവും അവരോരോരുത്തരും കല്ലെറിഞ്ഞ് നിറച്ചു. ഓരോ നീരുറവയും അവർ തടഞ്ഞു. കീർഹരസ്യത്തിൽ അതിൻ്റെ കല്ലുകൾ മാത്രം അവശേഷിക്കുന്നതുവരെ ഓരോ നല്ല വൃക്ഷവും അവർ വെട്ടിവീഴ്ത്തി. കവിണക്കാർ വളഞ്ഞ് അതിനെ പ്രഹരിച്ചു. യുദ്ധം തൻ്റെ ശക്തിക്ക് ഉപരിയാണെന്ന് മൊവാബിലെ രാജാവ് കണ്ടപ്പോൾ ഏദോം രാജാവിനെതിരെ മുന്നേറാൻ 700 ഖഡ്ഗധാരികളെ അവൻ തന്നോടൊപ്പം കൂട്ടി. എന്നാൽ അവർക്കും പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. തൻ്റെ സ്ഥാനത്ത് രാജാവാകേണ്ടിയിരുന്ന തൻ്റെ മൂത്ത പുത്രനെ പിടിച്ച് ഹോമയാഗമായി മതിലിന്മേൽ അവൻ അർപ്പിച്ചു. അപ്പോൾ ഇസ്രായേലിൻ്റെ മേൽ മഹാകോപമുണ്ടായി. അവർ അവനെ എതിരിടുന്നതിൽ നിന്ന് പിന്തിരിഞ്ഞ് നാട്ടിലേക്ക് തിരികെ പോയി. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 4-ാം അധ്യായം. പ്രവാചക പുത്രന്മാരിൽ ഒരുവന്റെ ഭാര്യ എലീഷയോട് പ്രകാരം നിലവിളിച്ചു: അങ്ങയുടെ ദാസനായ എൻ്റെ ഭർത്താവ് മരിച്ചുപോയി. അങ്ങയുടെ ദാസൻ കർത്താവിനെ ഭയപ്പെടുന്നവനായിരുന്നുവെന്ന് അങ്ങേക്ക് അറിയാമല്ലോ. എന്നാൽ കടം കൊടുത്തവൻ എൻ്റെ 2 മക്കളെയും തനിക്ക് അടിമകളായി പിടിച്ചുകൊണ്ടു പോകാൻ വന്നിരിക്കുന്നു. എലീഷ അവളോട് പറഞ്ഞു: ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം? വീട്ടിൽ നിനക്ക് എന്തുണ്ട് എന്ന് എന്നോട് വിവരിക്കുക. അവൾ പറഞ്ഞു: അങ്ങയുടെ ദാസിക്ക് വീട്ടിലാകെ ഒരു ഭരണി എണ്ണയല്ലാതെ മറ്റൊന്നുമില്ല. അവൻ പറഞ്ഞു: നീ പോവുക. പുറത്തു നിന്ന്, അതായത് നിന്റെ എല്ലാ അയൽക്കാരിൽ നിന്നും നീ നിനക്കായി കലങ്ങൾ ചോദിക്കുക. ഒഴിഞ്ഞ കലങ്ങളുടെ എണ്ണത്തിൽ നീ കുറവ് വരുത്തരുത്. പിന്നെ നീയും നിന്റെ പുത്രന്മാരും അകത്ത് കടന്ന് വാതിലടയ്ക്കുക. എന്നിട്ട് ആ കലങ്ങളിലെല്ലാം എണ്ണ പകരുക. നിറയുന്നത് മാറ്റിവെക്കുക. അവൾ അവൻ്റെ അടുത്തു നിന്ന് പോയി. എന്നിട്ട് അവളും അവളുടെ പുത്രന്മാരും അകത്ത് കടന്ന് വാതിലടച്ചു. അവർ അവളുടെ അടുത്തേക്ക് കലങ്ങൾ നീക്കിവെക്കുകയും അവൾ എണ്ണ പകരുകയും ചെയ്തുകൊണ്ടിരുന്നു. ആ കലങ്ങൾ നിറഞ്ഞപ്പോൾ അവൾ തൻ്റെ പുത്രനോട്: ഇനിയും എൻ്റെ അടുത്തേക്ക് കലം നീക്കിവെക്കുക എന്ന് പറഞ്ഞു. അവൻ അവളോട് പറഞ്ഞു: ഇനി കലമില്ല. അപ്പോൾ എണ്ണ നിലച്ചു. അവൾ പോയി ദൈവപുരുഷനോട് അക്കാര്യം വിവരിച്ചു. അദ്ദേഹം പറഞ്ഞു: പോയി ആ എണ്ണ വിറ്റ് കടം തീർക്കുക. ശേഷിക്കുന്നത് കൊണ്ട് നിനക്കും നിന്റെ പുത്രന്മാർക്കും ജീവിക്കാം. ഒരു ദിവസം എലീഷ ശൂനേമിലൂടെ കടന്നുപോയി. അവിടെ ധനികയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവൾ അവനെ ഭക്ഷണം കഴിക്കാൻ നിർബന്ധിച്ചു. ആ വഴി കടന്നു പോകുമ്പോഴെല്ലാം അവൻ അവിടെ ഭക്ഷണം കഴിക്കാൻ പോകുമായിരുന്നു. അവൾ ഭർത്താവിനോട് പറഞ്ഞു: ഇതാ, നമ്മുടെ അടുക്കൽ എപ്പോഴും വന്നു പോകാറുള്ള അയാൾ വിശുദ്ധനായ ഒരു ദൈവപുരുഷനാണെന്ന് എനിക്കറിയാം. നമുക്ക് മട്ടുപ്പാവിൽ ചെറിയൊരു മുറിയുണ്ടാക്കി അവിടെ അവനായി ഒരു കിടക്കയും ഒരു മേശയും കസേരയും വിളക്കും വയ്ക്കാം. അവൻ നമ്മുടെ പക്കൽ വരുമ്പോഴൊക്കെ അവിടെ തങ്ങാമല്ലോ. ഒരു ദിവസം അവൻ അവിടെ എത്തി മട്ടുപ്പാവിലേക്ക് പോയി അവിടെ കിടന്നു. അപ്പോൾ അവൻ തൻ്റെ ഭൃത്യൻ ഗഹസിയോട് പറഞ്ഞു: ശൂനേംകാരിയെ വിളിക്കുക. അയാൾ അവളെ വിളിച്ചു വരുത്തി. അവൾ അവൻ്റെ മുമ്പിൽ നിന്നു. അവൻ അയാളോട് പറഞ്ഞു: നീ അവളോട്, നീ ഞങ്ങൾക്ക് വേണ്ടി ഈ ബുദ്ധിമുട്ടുകളെല്ലാം ഏറ്റെടുത്തു. ഞങ്ങൾ എന്താണ് നിനക്ക് വേണ്ടി ചെയ്യേണ്ടത്? നിനക്ക് വേണ്ടി രാജാവിനോടോ സൈന്യാധിപനോടോ സംസാരിക്കണമോ എന്ന് ചോദിച്ചാലും അവൾ പറഞ്ഞു: എൻ്റെ ജനത്തിൻ്റെ ഇടയിലാണ് ഞാൻ വസിക്കുന്നത്. അപ്പോൾ അവൻ ചോദിച്ചു: എന്നാൽ അവൾക്ക് വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഗഹസി പറഞ്ഞു: സത്യത്തിൽ അവൾക്ക് മക്കളില്ല, ഭർത്താവ് വൃദ്ധനുമാണ്. അവൻ പറഞ്ഞു: അവളെ വിളിക്കുക. അയാൾ അവളെ വിളിച്ചു വരുത്തി. അവൾ വാതിൽക്കൽ നിന്നു. അവൻ പറഞ്ഞു: അടുത്ത വർഷം ഈ സമയത്ത് നീ ഒരു പുത്രനെ പുണരും. അവൾ പറഞ്ഞു: ഇല്ല പ്രഭു, ദൈവപുരുഷ, അങ്ങയുടെ ദാസിയോട് വ്യാജം പറയരുതേ. എലീഷ പറഞ്ഞതുപോലെ ആ സ്ത്രീ ഗർഭം ധരിക്കുകയും അടുത്ത വർഷം ആ സമയത്ത് ഒരു പുത്രനെ പ്രസവിക്കുകയും ചെയ്തു. കുട്ടി വളർന്നു. ഒരു ദിവസം അവൻ കൊയ്ത്തുകാരോടുകൂടെ ആയിരുന്ന പിതാവിൻ്റെ അടുത്തേക്ക് ചെന്നു. അവൻ നിലവിളിച്ചു: ഓ എൻ്റെ തല, എൻ്റെ തല. അവൻ്റെ പിതാവ് തൻ്റെ ഭൃത്യനോട് പറഞ്ഞു: അവനെ അവൻ്റെ അമ്മയുടെ അടുക്കിലേക്ക് എടുത്തുകൊണ്ട് പോകൂ. അവൻ അവനെ എടുത്ത് അമ്മയുടെ അടുക്കൽ എത്തിച്ചു. ഉച്ചവരെ അവൻ അവളുടെ മടിയിലിരുന്നു. പിന്നെ അവൻ മരിച്ചു. അവൾ മുകളിൽ കയറി ദൈവപുരുഷന്റെ കിടക്കയിൽ അവനെ കിടത്തിയ ശേഷം വാതിലടച്ച് പുറത്തുപോയി. അവൾ ഭർത്താവിനോട് വിളിച്ചു പറഞ്ഞു: ഞാൻ വേഗം പോയി ദൈവപുരുഷനെ കണ്ട് തിരിച്ചു വരേണ്ടതിന് വേലക്കാരിൽ നിന്ന് ഒരുവനെയും പെൺകഴുതകളിൽ ഒന്നിനെയും എന്നോടൊപ്പം അയച്ചാലോ? അവൻ ചോദിച്ചു: നീ ഇന്ന്
അവൻ്റെ അടുത്തേക്ക് പോകുന്നതെന്തിന്? അമാവാസിയോ സാബത്തോ അല്ലല്ലോ. അവൾ പറഞ്ഞു, ശുഭം ഭവിക്കും. അവൾ കഴുതയ്ക്ക് ജീനിയിട്ടതിന് ശേഷം ഭൃത്യനോട് പറഞ്ഞു, വേഗം ഓടിച്ചു പോവുക. ഞാൻ നിന്നോട് പറയാതെ നീ വേഗം കുറയ്ക്കരുത്. അവൾ പുറപ്പെട്ട് കാർമൽ മലയിലേക്ക് ദൈവപുരുഷന്റെ അടുക്കിലേക്ക് എത്തി. അവളെ ദൂരെ വച്ച് തന്നെ കണ്ടപ്പോൾ ദൈവപുരുഷൻ തൻ്റെ ഭൃത്യൻ ഗഹസിയോട് പറഞ്ഞു, ഇതാ ആ ശൂന്യംകാരി. ഓടിച്ചെന്ന് അവളെ എതിരേറ്റ് അവളോട്, നിനക്ക് ക്ഷേമമല്ലേ? നിന്റെ ഭർത്താവിന് ക്ഷേമമല്ലേ? കുഞ്ഞിനും ക്ഷേമമല്ലേ എന്ന് ആരായുക. അവൾ പറഞ്ഞു, ക്ഷേമം തന്നെ. അവൾ മലയിൽ ദൈവപുരുഷന്റെ അടുത്തെത്തി. അവന്റെ കാലുകളിൽ മുറുകെ പിടിച്ചു. അവളെ തള്ളി മാറ്റുന്നതിന് ഗഹസി അടുത്തു വന്നു. എന്നാൽ ദൈവപുരുഷൻ പറഞ്ഞു, അവളെ വിട്ടേക്കൂ, കാരണം അവളുടെ ആത്മാവ് തിക്തഭരിതമായിരിക്കുന്നു. പക്ഷെ കർത്താവ് അത് എന്നിൽ നിന്ന് മറച്ചിരിക്കുന്നു, എനിക്കത് വെളിപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ അവൾ പറഞ്ഞു, എൻ്റെ യജമാനനിൽ നിന്ന് ഞാനൊരു പുത്രനെ ആവശ്യപ്പെട്ടു. എന്നെ വഞ്ചിക്കരുതെന്ന് ഞാൻ പറഞ്ഞിരുന്നതല്ലേ? അവൻ ഗഹസിയോട് പറഞ്ഞു, നീ നിന്റെ അരപ്പട്ട ധരിച്ച് എൻ്റെ വടിയം നിന്റെ കയ്യിൽ എടുത്തുകൊണ്ട് ചെല്ലുക. വഴിയിൽ ആരെയെങ്കിലും കണ്ടാൽ അഭിവാദനം ചെയ്യരുത്. ആരെങ്കിലും അഭിവാദനം ചെയ്താൽ പ്രത്യഭിവാദനം ചെയ്യുകയും അരുത്. എൻ്റെ വടി കുട്ടിയുടെ മുഖത്ത് വയ്ക്കുക. അപ്പോൾ കുട്ടിയുടെ അമ്മ പറഞ്ഞു, ജീവിക്കുന്ന കർത്താവാണേ, അങ്ങയുടെ ജീവനാണേ, ഞാൻ അങ്ങയെ വിട്ടുപോവുകയില്ല. അപ്പോൾ അവൻ എഴുന്നേറ്റ് അവളെ അനുഗമിച്ചു. ഗഹസി അവർക്ക് മുമ്പേ പോയി വടി കുട്ടിയുടെ മുഖത്ത് വച്ചു. എന്നാൽ ശബ്ദമോ പ്രതികരണമോ ഉണ്ടായില്ല. അവൻ അവരുടെ പക്കൽ മടങ്ങി വന്ന് ഇപ്രകാരം അവനെ അറിയിച്ചു, കുട്ടി ഉണർന്നിട്ടില്ല. എലീശ ഭവനത്തിൽ പ്രവേശിച്ചു. ഇതാ കുട്ടി മരിച്ച് തൻ്റെ കിടക്കയിൽ കിടക്കുന്നു. അവൻ അകത്ത് കടന്ന് അവരിരുവർക്കും പിന്നിൽ വാതിലടച്ചു. അവൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു. അനന്തരം അവൻ കയറി കുട്ടിയുടെ മേൽ കിടന്നു. അതായത് തൻ്റെ വായി അവൻ്റെ വായോടും തൻ്റെ കണ്ണുകൾ അവൻ്റെ കണ്ണുകളോടും തൻ്റെ കൈകൾ അവൻ്റെ കൈകളോടും ചേർത്ത് വെച്ച് അവൻ്റെ മേൽ കമിഴ്ന്നു കിടന്നു. അപ്പോൾ കുട്ടിയുടെ ശരീരം ചൂടുപിടിച്ചു. അവൻ എഴുന്നേറ്റ് വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രാവശ്യം നടന്നു. പിന്നെ അവൻ കയറി അവൻ്റെ മേൽ കമിഴ്ന്നു കിടന്നു. കുട്ടി 7 പ്രാവശ്യം തുമ്മി. എന്നിട്ട് അവൻ തൻ്റെ കണ്ണുകൾ തുറന്നു. അവൻ ഗഹസിയെ വിളിച്ചു പറഞ്ഞു, ആ ശൂന്യംകാരിയെ വിളിക്കുക. അയാൾ അവളെ വിളിച്ചു. അവൾ അവൻ്റെ അടുത്ത് വന്നു. അവൻ അവളോട് പറഞ്ഞു, നിന്റെ പുത്രനെ എടുത്തുകൊള്ളുക. അവൾ വന്ന് അവൻ്റെ കാൽക്കൽ വീണ് അവനെ നിലം പറ്റേ വണങ്ങി. എന്നിട്ട് അവൾ കുട്ടിയെ എടുത്തുകൊണ്ട് പുറത്തുപോയി. എലീശ ഗിൽഗാലിൽ തിരിച്ചെത്തി. അപ്പോൾ നാട്ടിൽ ക്ഷാമമായിരുന്നു. പ്രവാചകഗണം അവൻ്റെ മുമ്പിൽ ഇരിക്കുകയായിരുന്നു. അവൻ തൻ്റെ ഭൃത്യനോട് പറഞ്ഞു, നീ ഒരു വലിയ പാത്രം തയ്യാറാക്കി പ്രവാചകഗണത്തിനായി അവിയൽ പാകം ചെയ്യുക. അപ്പോൾ സസ്യങ്ങൾ ശേഖരിക്കാനായി ഒരുവൻ വയലിലേക്ക് ചെന്നപ്പോൾ ഒരു കാട്ടുമുന്തിരി കാണുകയും അതിൽ നിന്ന് അവൻ്റെ തുണി നിറയെ കാട്ടുകായ്കൾ ശേഖരിക്കുകയും ചെയ്തു. അവൻ വന്ന് അവിയലിൻ്റെ പാത്രത്തിലേക്ക് അത് മുറിച്ചിട്ടു. എന്തെന്നാൽ അത് അവർക്ക് അറിഞ്ഞുകൂടായിരുന്നു. അനന്തരം അവർ അത് ആളുകൾക്ക് ഭക്ഷിക്കാൻ വിളമ്പി. അവിയലിൽ നിന്ന് ഭക്ഷിക്കുമ്പോൾ അവർ നിലവിളിച്ചു പറഞ്ഞു, ദൈവപുരുഷ, പാത്രത്തിൽ മരണം. അവർക്കത് ഭക്ഷിക്കാൻ കഴിഞ്ഞില്ല. അവൻ പറഞ്ഞു, കുറച്ച് മാവ് എടുക്കുവിൻ. അവൻ അത് പാത്രത്തിലേക്ക് ചൊരിഞ്ഞു. അവൻ പറഞ്ഞു, ജനത്തിന് വിളമ്പുക, അവർ ഭക്ഷിക്കട്ടെ. അപ്പോൾ പാത്രത്തിൽ ദൂഷ്യമായതൊന്നും ഉണ്ടായിരുന്നില്ല. ബാൽശാലിഷായിൽ നിന്ന് ഒരാൾ വന്നു. ആദിഫലങ്ങളുടെ അപ്പവും 20 ബാർലി അപ്പവും 1 സഞ്ചിയിൽ ധാന്യക്കതിരുകളും അയാൾ ദൈവപുരുഷന് കൊണ്ടുവന്നു. അപ്പോൾ അവൻ പറഞ്ഞു, ജനത്തിന് കൊടുക്കുക, അവർ ഭക്ഷിക്കട്ടെ. അവൻ്റെ സേവകൻ ചോദിച്ചു, 100 ആളുകൾക്ക് മുമ്പിലായി ഞാൻ ഇതെങ്ങനെ കൊടുക്കും? അവൻ പറഞ്ഞു, ജനത്തിന് കൊടുക്കുക, അവർ ഭക്ഷിക്കട്ടെ. എന്തെന്നാൽ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു, അവർ ഭക്ഷിക്കുകയും ബാക്കി വയ്ക്കുകയും ചെയ്യും. അവരുടെ മുമ്പിൽ അവൻ അത് വിളമ്പി. കർത്താവിൻ്റെ വചനം പോലെ അവർ ഭക്ഷിക്കുകയും മിച്ചം വയ്ക്കുകയും ചെയ്തു. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം 19-ാം അധ്യായം. ഈജിപ്തിനുള്ള വെളിപാട്. ഇതാ, വേഗമേറിയ ഒരു മേഘത്തിൽ സവാരി ചെയ്ത് കർത്താവ് ഈജിപ്തിലേക്ക് വരുന്നു. ഈജിപ്തിലെ വിഗ്രഹങ്ങൾ അവിടുത്തെ മുമ്പിൽ വിറകൊള്ളും.
ഈജിപ്തിന്റെ ഹൃദയം അതിനുള്ളിൽ ഉരുകിപ്പോകും. ഈജിപ്തുകാരെ ഞാൻ ഈജിപ്തുകാർക്കെതിരെ ഇളക്കിവിടും. ഒരുവൻ തൻ്റെ സഹോദരനെതിരായും ഓരോരുത്തരും അയൽക്കാരനെതിരായും നഗരം നഗരത്തിനെതിരായും രാജ്യം രാജ്യത്തിനെതിരായും യുദ്ധം ചെയ്യും. ഈജിപ്തുകാരുടെ ചൈതന്യം അതിനും അധ്യക്ഷയിക്കും. അവരുടെ പദ്ധതികൾ ഞാൻ താറുമാറാക്കും. അപ്പോൾ വിഗ്രഹങ്ങളോടും പ്രേതാത്മാക്കളോടും മൃതസന്ദേശ വിദ്യാക്കാരനോടും മന്ത്രവാദികളോടും അവർ ആരായും. യജമാനന്മാരുടെ കഠിനകരത്തിൽ ഞാൻ ഈജിപ്തുകാരെ ഏൽപ്പിച്ചു കൊടുക്കും. ഉഗ്രനായ ഒരു രാജാവ് അവരെ ഭരിക്കും. സൈന്യങ്ങളുടെ കർത്താവായ നാഥന്റെ അരുളപ്പാട്. സമുദ്രത്തിൽ നിന്നും ജലം വറ്റിപ്പോകും. നദി ഉണങ്ങി വരണ്ടുപോകും. തോടുകൾ ദുർഗന്ധം വമിക്കും. ഈജിപ്തിന്റെ നീർച്ചാലുകൾ ശുഷ്കിച്ച് വരണ്ടുപോകും. കോരപ്പുല്ലും ഞാങ്ങണയും ഉണങ്ങിപ്പോകും. നദിക്കടുത്ത് നദീതീരത്തോട് ചേർന്നുള്ള ശൂന്യസ്ഥലങ്ങളും നദിക്കരിയിലെ വിതയിടങ്ങൾ ഓരോന്നും വരണ്ടു മാഞ്ഞ് ഇല്ലാതാകും. മീൻപിടുത്തക്കാർ കരയും. നദിയിൽ ചൂണ്ടയിടുന്നവരെല്ലാം വിലപിക്കും. ജലോപരിതലത്ത് വല വീശുന്നവരും തളരും. മിനുസപ്പെടുത്തിയ ചണം കൊണ്ട് പണി ചെയ്തിരുന്നവരും വെള്ളത്തുണി നെയ്യുന്നവരും ലജ്ജിതരാകും. അതിലെ നെയ്ത്തുകാർ ചിതറിക്കപ്പെടും. കൂലിവേലക്കാരെല്ലാം ആത്മദുഃഖിതരാകും. സോവാനിലെ രാജാക്കന്മാർ നിശ്ചയമായും ഭോഷന്മാരാണ്. ഫറവോയുടെ ജ്ഞാനികളായ ഉപദേശകരുടെ ഉപദേശം ഭോഷത്വമായി. ഞാൻ ജ്ഞാനിയുടെ പുത്രനാണ്, പൗരാണികനായൊരു രാജാവിൻ്റെ കുമാരനാണ് എന്ന് നിനക്കെങ്ങനെ ഫറവോയോട് പറയാൻ കഴിയും? അങ്ങനെയെങ്കിൽ നിന്റെ ജ്ഞാനികൾ എവിടെ? അവർ നിനക്ക് പറഞ്ഞു തരട്ടെ. സൈന്യങ്ങളുടെ കർത്താവ് ഈജിപ്തിനെതിരായി എന്താണ് നിശ്ചയിച്ചിരിക്കുന്നതെന്ന് അവർ അറിയിക്കട്ടെ. സോവാനിലെ രാജാക്കന്മാർ ഭോഷത്വം പ്രവർത്തിച്ചിരിക്കുന്നു. മെംഫിസിലെ രാജാക്കന്മാർ വ്യാമോഹിതരായിരിക്കുന്നു. ഈജിപ്ത് ഗോത്രങ്ങളുടെ മൂലക്കല്ലായിരിക്കുന്നവർ തന്നെ അവളെ വഴിതെറ്റിച്ചിരിക്കുന്നു. കർത്താവ് അവളുടെ മധ്യേ വക്രതയുടെ ആത്മാവിനെ നിവേശിപ്പിച്ചിരിക്കുന്നു. അങ്ങനെ മദ്യപൻ താൻ ഛർദ്ദിച്ചതിൽ തെന്നി നടക്കുന്നത് പോലെ അതിൻ്റെ എല്ലാ പ്രവൃത്തികളിലും ഈജിപ്ത് ഇടറി നടക്കും. വാലിനോ തലയ്ക്കോ ഈന്തപ്പന കൈക്കോ ഞാങ്ങണയ്ക്കോ ഈജിപ്തിനു വേണ്ടി ചെയ്യാനാവുന്ന ഒരു ജോലിയും ഉണ്ടാവുകയില്ല. ഈജിപ്ത് അന്ന് സ്ത്രീകൾക്ക് തുല്യമായിരിക്കും. സൈന്യങ്ങളുടെ കർത്താവ് തങ്ങളുടെ നേരെ ഉയർത്തി ഓങ്ങുന്ന കരത്തിന് മുമ്പിൽ അവർ ഭയന്ന് വിറയ്ക്കും. യൂദാദേശം ഈജിപ്തിന് ഭീതിയായി മാറും. അവളെക്കുറിച്ച് കേൾക്കുന്നവരെല്ലാം സൈന്യങ്ങളുടെ കർത്താവ് അവർക്കെതിരെ തയ്യാറാക്കുന്ന പദ്ധതിയോർത്ത് ഭയപ്പെടും. അന്ന് കാനാൻ ഭാഷ സംസാരിക്കുന്നതും സൈന്യങ്ങളുടെ കർത്താവിനോട് സത്യം ചെയ്യുന്നതുമായ 5 പട്ടണങ്ങൾ ഈജിപ്തിലുണ്ടായിരിക്കും. അതിലൊന്ന് നാശത്തിന്റെ നഗരം എന്നറിയപ്പെടും. അന്ന് ഈജിപ്ത് ദേശത്തിന്റെ മധ്യത്തിൽ കർത്താവിനൊരു ബലിപീഠവും അതിൻ്റെ അതിർത്തിയിൽ കർത്താവിനൊരു സ്തംഭവും ഉണ്ടായിരിക്കും. അത് ഈജിപ്ത് ദേശത്ത് സൈന്യങ്ങളുടെ കർത്താവിന് ഒരടയാളവും സാക്ഷ്യവുമായിരിക്കും. മർദ്ദകർ നിമിത്തം അവർ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവിടുന്ന് രക്ഷകനെയും പോരാളിയെയും അയച്ച് അവരെ മോചിപ്പിക്കും. കർത്താവ് ഈജിപ്തുകാർക്ക് തന്നെ വെളിപ്പെടുത്തും. ആ നാളിൽ ഈജിപ്ത് കർത്താവിനെ അറിയുകയും ബലിയും കാഴ്ചയും ദഹനയാഗങ്ങളും അർപ്പിക്കുകയും ചെയ്യും. അവർ കർത്താവിന് നേർച്ച നേരുകയും അവ നിറവേറ്റുകയും ചെയ്യും. കർത്താവ് ഈജിപ്തിനെ പ്രഹരിക്കും. അവിടുന്ന് പ്രഹരിക്കുകയും സുഖപ്പെടുത്തുകയും ചെയ്യും. അവർ കർത്താവിങ്കിലേക്ക് മടങ്ങി വരികയും അവരുടെ പ്രാർത്ഥന കേട്ട് അവിടുന്ന് അവരെ സുഖപ്പെടുത്തുകയും ചെയ്യും. അന്ന് ഈജിപ്തിൽ നിന്ന് അസീറിയയിലേക്ക് ഒരു രാജപാത ഉണ്ടായിരിക്കും. അസീറിയക്കാർ ഈജിപ്തിലും ഈജിപ്തുകാർ അസീറിയയിലും പോകും. അസീറിയയോട് ചേർന്ന് ഈജിപ്ത് ആരാധന അർപ്പിക്കും. അന്ന് ഈജിപ്തിനോടും അസീറിയയോടുമൊപ്പം മൂന്നാമതായി ഇസ്രായേൽ ഭൂമിയുടെ മധ്യത്തിൽ ഒരനുഗ്രഹമായി നിലകൊള്ളും. അവരെ സൈന്യങ്ങളുടെ കർത്താവ് ഇപ്രകാരം അനുഗ്രഹിച്ചിരിക്കുന്നു: എൻ്റെ ജനമായ ഈജിപ്തും എൻ്റെ കരവയലയായ അസീറിയയും എൻ്റെ അവകാശമായ ഇസ്രായേലും അനുഗ്രഹീതമായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 12 അധ്യായം 1 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങൾ. മരിച്ചവരിൽ നിന്ന് താൻ ഉയർപ്പിച്ച ലാസർ താമസിച്ചിരുന്ന ബഥാനിയായിലേക്ക് പെസഹായ്ക്ക് 6 ദിവസം മുമ്പ് യേശു വന്നു. അവർ അവന് അത്താഴമൊരുക്കി. മർത്ത പരിചരിച്ചു.
അവനോടുകൂടെ ഭക്ഷണത്തിനിരുന്നവരിൽ ഒരാൾ ലാസറായിരുന്നു. അപ്പോൾ മറിയം വിലയേറിയതും ശുദ്ധവുമായ ഒരു കുപ്പി നാർദീൻ സുഗന്ധതൈലമെടുത്ത് യേശുവിൻ്റെ പാദങ്ങളിൽ പൂശുകയും തലമുടി കൊണ്ട് അവൻ്റെ പാദങ്ങൾ തുടയ്ക്കുകയും ചെയ്തു. തൈലത്തിൻ്റെ പരിമളം കൊണ്ട് വീട് നിറഞ്ഞു. അവൻ്റെ ശിഷ്യന്മാരിൽ ഒരുവനും അവനെ ഒറ്റിക്കൊടുക്കാനിരുന്നവനുമായ യൂദാസ് കറിയോത്ത പറഞ്ഞു, എന്തുകൊണ്ട് ഈ തൈലം 300 ധനാറയ്ക്ക് വിറ്റ് ദരിദ്രർക്ക് കൊടുത്തില്ല? ഇത് പറഞ്ഞത് അവന് ദരിദ്രരോട് പരിഗണനയുണ്ടായിരുന്നുകൊണ്ടല്ല, പ്രത്യുത അവൻ കള്ളനായിരുന്നതുകൊണ്ടും പണസഞ്ചി അവൻ്റെ കയ്യിലായിരുന്നതുകൊണ്ടും അതിൽ വീഴുന്നതിൽ നിന്ന് അവൻ എടുത്തു മാറ്റിയിരുന്നത് കൊണ്ടുമാണ്. അപ്പോൾ യേശു പറഞ്ഞു, അവളെ തടയേണ്ട, എൻ്റെ മൃതസംസ്കാര ദിനത്തിനായി അവൾ ഇത് ചെയ്തിരിക്കുന്നു. ദരിദ്രർ എപ്പോഴും നിങ്ങളോട് കൂടെയുണ്ട്, ഞാൻ എപ്പോഴും ഉണ്ടായിരിക്കുകയില്ല. അവൻ അവിടെ ഉണ്ടെന്നറിഞ്ഞ് വലിയൊരു ഗണം യഹൂദർ അവിടേക്ക് വന്നു. അവർ വന്നത് യേശുവിനെ ഉദ്ദേശിച്ചു മാത്രമല്ല, അവൻ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ലാസറിനെ കാണാൻ കൂടിയാണ്. ലാസറിനെ കൂടി കൊല്ലാൻ പുരോഹിത പ്രമുഖന്മാർ ആലോചിച്ചു. എന്തെന്നാൽ അവൻ നിമിത്തം യഹൂദരിൽ വളരെ പേർ അവരെ വിട്ട് യേശുവിൽ വിശ്വസിച്ചിരുന്നു. ദൈവവചനമേ, നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസം.